ഹലോ ഗൈസ്, അപ്പം ഞാൻ ഒരു സർവൈവൽ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ എൻഡർ ഡ്രാഗനെ കൊല്ലുക. പിന്നെ കുറേ ടാർഗറ്റുകളുണ്ട്. മെയിൻ ടാർഗറ്റ് എൻഡർ ഡ്രാഗനെ കൊല്ലുക. പിന്നുള്ളത് പറഞ്ഞാൽ ഈ സീരീസിൽ നമുക്ക് കഴിയണ എല്ലാ ബിൽഡും നമ്മൾ ഉണ്ടാക്കും. ലൈക്ക് അയൺ ഫാം, XP ഫാം, അങ്ങനെ എല്ലാതും. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മൾ സ്പോണായിട്ടുള്ളത് പറഞ്ഞാൽ ഒരു കേവിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വുഡ് കണ്ടുപിടിക്കണം. ഇവിടെ കുറേ വുഡുണ്ട്. ഗൈസ്, നമ്മുടെ ഫുഡാണ് ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ബെഡാണ് ഈ കിടക്കുന്നത്. ഓക്കെ ഗൈസ്, ഓനെ കൊന്നിട്ടുണ്ട്. കേസ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് പറഞ്ഞാൽ വുഡാണ്. വുഡ് നേരത്തെ തന്നെ കാണണ്ടല്ലോ. ഇവിടെ തന്നെ ഒരു കേവ് ഉണ്ട്. ഇനി നമുക്ക് വുഡ് കളക്ട് ചെയ്യണം. പിന്നെ അവിടെയും കുറേ വുഡ് ഉണ്ട് കേട്ടോ. കുറേ മരങ്ങൾ അവിടെ ഉണ്ട്. ഇവിടുത്തെ മരം തീർന്നാൽ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും മരം മുറിക്കാം. കേസ് പിന്നൊരു കാര്യം, ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഞാൻ മൈനിങ് ഒന്നും ചെയ്യുന്നില്ല. വുഡ് കളക്ട് ചെയ്യും, പ്ലാങ്കാക്കും, ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കും, പിന്നെ കുറച്ച് ടൂൾസ് ഉണ്ടാക്കും. അങ്ങനെ തന്നെ. പിന്നെ നമ്മളെ ഫസ്റ്റ് വുഡാണ് കേട്ടോ ഇത് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് വുഡാണ് ഈ വേൾഡിലെ ഫസ്റ്റ് വുഡ്. ഒരു ഡേർട്ടും അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതാ അവിടെ ഒരു ഷീപ്പും കൂടി ഉണ്ട്. അതിനെ കൂടി കൊല്ലാം. ബോള് പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ച നെയ്റ്റ് നമുക്ക് പേടിക്കണ്ട. സോംബീസിനെ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ബെഡ് ഉണ്ടാക്കിയാൽ പിന്നെ എന്താ പ്രശ്നം. സോ ഗൈസ്, മെയിനായിട്ട് തന്നെ വുഡ് കളക്ട് ചെയ്യട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ളതൊക്കെ. വുഡ് കളക്ട് ചെയ്തിട്ട് കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. പിന്നെ കോള് കളക്ട് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ. പിന്നെ ഗൈസ്, ഇന്ന് ഞാൻ ഒരു കൃഷി ചിലപ്പോൾ തുടങ്ങും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ കൃഷിക്ക് ബക്കറ്റ് വേണം. കാരണം വെള്ളം ഇവിടെ വേണ്ടേ. അല്ലെങ്കിൽ ഞാൻ പിന്നെ അടി പോയിട്ട് അവിടെ കൃഷി ചെയ്യണം. പക്ഷെ അത് പണിയാണ്. എനിക്കൊരു പ്ലാൻ ഉണ്ട് ഇവിടെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ കൃഷി തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറേ ഫുഡും കിട്ടും. നമുക്ക് വെറുതെ മൃഗങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് ദയുള്ളവനായതുകൊണ്ട് മൃഗങ്ങളെ കൊല്ലണമെന്ന് അത്ര ഇഷ്ടമല്ല. സോ ഗൈസ്, ഇനി കളക്ട് ചെയ്ത വുഡ് നമുക്ക് നേരെ പ്ലാങ്ക് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ടൂൾസും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള സ്റ്റോണ് മെയിൻ ചെയ്യാം. സോ ഗൈസ്, ഫസ്റ്റ് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ളത് മെയിൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് മെയിൻ ചെയ്യാം. കോബിൾ സ്റ്റോൺ മെയിൻ ചെയ്യാം. ഈ കോൾ എടുക്കണം കേട്ടോ ഗൈസ്, അതൊക്കെ ആവശ്യമുണ്ട്. നൈറ്റ് ആകുമ്പോൾ നമുക്ക് ആവശ്യം വരും. പിന്നെ അതാ ഇവിടെ ഒരു ചെറിയ കേവ് ഉണ്ട്. ഇപ്പം പോകണ്ട, പണി പാളും. ഫസ്റ്റ് തന്നെ നമുക്ക് ടൂൾസൊക്കെ ഒന്ന് സെറ്റാക്കാം. അതായിരിക്കും നല്ലത്. സോ ഗൈസ്, 39 കോബിൾ സ്റ്റോൺ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുഡൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് എല്ലാ ടൂൾസും ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഒരു 9 സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കുക, അതായിരിക്കും നല്ലത്. ഫസ്റ്റ് സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പറഞ്ഞാൽ ആക്സാണ്. ഒരു പിക്കാക്സ് കൂടി ഇരുന്നോട്ടെ. ഈ പിക്കാക്സ് എന്തായാലും ഇപ്പുറത്ത് പൊട്ടും. അപ്പോൾ ആ പിക്കാക്സ് നമുക്ക് എന്തായാലും യൂസ് ആവും. നമ്മുടെ മുന്നിൽ ഇതാ ഒരു പന്നിയുണ്ട്. മുകളിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ബൈ. അതിനെ മുകളിലേക്ക് വിടുന്നുണ്ട്. സോ ഗൈസ്, ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കോള് ഫുള്ള് കളക്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. കാരണം രാത്രി നമുക്ക് യൂസ് ആവും. ടോർച്ച് ഉണ്ടാക്കാനും പിന്നെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യാലോ, പെട്ടെന്നാവും. പിന്നെ പുതിയൊരു അപ്ഡേറ്റിൽ വന്നില്ല, ഒരു ഇല, അത് വെച്ചിട്ടും ഭക്ഷണം കുക്ക് ചെയ്യാൻ പറ്റും. അതിവിടെ ഉണ്ട് തോന്നുന്നു. അവിടെ 2 ആൾക്കാരുണ്ട്, പശു ഷീപ്പും. ഫസ്റ്റ് ആ പശുവിനെ വന്നിട്ട് ഈ ഷീപ്പിനെ തട്ടാം ഗൈസ്. അപ്പോൾ നമുക്കുള്ള ബെഡ് റെഡി ആയിട്ടുണ്ട്. അതിനെ കൂടി തട്ടിയ ബെഡ് റെഡിയായി. പക്ഷേ സെയിം കളറല്ല, അത് പ്രശ്നമല്ല ഗൈസ്. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്താൽ മതി. ഇതിനെ കൂടി തട്ടാം. യെസ്,
നമുക്ക് ഈ ഫ്ലവർ എടുക്കട്ടോ ഗൈസ്, ഇതായിരിക്കും നല്ലത്. ഇത് മറ്റേ ഗ്രേ തന്നെയാണ്, നമ്മൾ എടുത്ത ഊടില്ല അത് തന്നെയാണ്. സോ ഫൈനലി അവർ ബെഡ് ഈസ് റെഡി ഗൈസ്. സോ ഗൈസ് ആദ്യം നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം, ഇതായിരിക്കും നല്ലത്. ഫർണസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കുക്ക് ചെയ്യാം. കോള് 14 ഉണ്ടല്ലോ, ഇറ്റ്സ് എനഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് ആയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഫുഡ് ആയിട്ടുണ്ട്, ബീഫ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ വയർ ഫുള്ളായിട്ടുണ്ട്. നൈറ്റ് ആവാനായിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ബെഡ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വൈ ഫിയർ വെൻ ബെഡ് ഈസ് ഹിയർ, അല്ല ഗൈസ്. രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫുഡും കൂടിയും കളക്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. നമുക്ക് നാളെ ആവശ്യം വന്നാലും ഈ ഫുഡും കൂടിയും കളക്ട് ചെയ്യാം. ഏയ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഉറക്കം, ലെറ്റ്സ് ഗോ. നമ്മുടെ 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 ഫസ്റ്റ് ഡേ ആയിരിക്കണം ഗൈസ്, മൈൻക്രാഫ്റ്റിലെ നമ്മുടെ ഫസ്റ്റ് ഡേ. ലെറ്റ്സ് ഗോ. ഐ ആം സോറി ഗൈസ്, ഐ മീൻ സുപ്രഭാതം. സോ ഗൈസ്, ഐ ഹാവ് എ പ്ലാൻ. ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചറില്ലേ ആ സാധനം ഇടും. എന്നിട്ട് ഞാൻ നേരെ കൃഷി സ്റ്റാർട്ട് ചെയ്യും. കൃഷി സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞാൽ ഞാൻ നേരെ കൃഷി തുടങ്ങാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കും, എന്നിട്ട് കൃഷി തുടങ്ങും. അങ്ങനെ ഗൈസ്, ആദ്യം ഫുഡൊക്കെ പ്ലാൻ ആകട്ടെ. ഫസ്റ്റ് ഫുഡ്, അത് കഴിഞ്ഞിട്ട് മതി പണി. ഗൈസ്, ഞാൻ കൃഷീൻ്റെ വീടിൻ്റെയും കാര്യം ആലോചിച്ചിട്ട് ലാസ്റ്റ് ഇവിടെ മുകളിലെത്തി. അപ്പം കണ്ട കാഴ്ചയാണ് നിങ്ങൾ കണ്ടോ, ചെറിയ ബ്ലോസം. എനിക്ക് ഇഷ്ടപ്പെട്ട മരമാണ് അത് ഗൈസ്. നമുക്ക് അവിടെ പോവാം. ഇപ്പം പോകണില്ല ഞാൻ, നമ്മളൊക്കെ പണി കഴിഞ്ഞിട്ട് ഫുള്ള് സെറ്റായിട്ട് നമ്മൾ പോകും. അപ്പോൾ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. അത് ഇവിടെയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം, ഞാനൊരു പ്രൊഫഷണൽ ബിൽഡറല്ല. സോ ഗൈസ്, ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്താവുമെന്ന് എനിക്കറിയില്ല. ഇത് വീടല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ വീടിൻ്റെ ഒരു വരയ്ക്കുന്ന പോലെ മനസ്സിലായോ, അത് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്നിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ മറ്റേ കൃഷീൻ്റെ സംഭവം സ്റ്റാർട്ട് ചെയ്യും. ഐ ഹാവ് നോ പ്ലാൻ ഗൈസ്, വർക്കാവുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഗൈസ് ഇതന്നെ ഉണ്ടാക്കാൻ എത്ര സമയം, അപ്പം തന്നെ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ എത്ര പ്രൊഫഷണലാണ്. സോ ഗൈസ്, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഫിനിഷ് ചെയ്യാൻ ഞാൻ പോവില്ല. എന്തായാലും ഞാൻ കിടക്കട്ടെ, ഡേ 2 ആക്കട്ടെ ഗൈസ്. സോ ലെറ്റ്സ് സ്ലീപ്പ് ആൻഡ് ഇറ്റ്സ് ഡേ 2 ഗൈസ്. ഫൈനലി ഇറ്റ്സ് ഡേ 2. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ പണിയെടുക്കണ ഫുള്ള് ഞാൻ നിങ്ങളെ കാണിപ്പിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല, ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണും ഗൈസ്. എല്ലാവരും ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്, ഇതാണ് ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ, ഞാൻ അത്ര വലിയ ബിൽഡറൊന്നും അല്ല ഗൈസ്, ഞാൻ ഫസ്റ്റേ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. നാളെ ആ വീഡിയോ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു, നാളെ സ്കൂളുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.